ഇറാൻ യുദ്ധം എങ്ങുമെത്താതെ നിൽക്കെ അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. അപ്രതീക്ഷിതമായാണ് രാജിയെത്തിയത്. വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഫെലാന്റെ രാജിക്കുള്ള കാരണം വ്യക്തമാക്കാൻ നാവികസേന ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ തലപ്പത്ത് നടന്നു വരുന്ന വലിയ അഴിച്ചുപണിയുടെ ഭാഗമാണ് ഈ രാജി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ സൈന്യത്തിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ ഹെഗ്സ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് റാൻഡിൻ ജോർജും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തരത്തിൽ പുറത്തുപോയവരിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും 2025 മാർച്ചിലാണ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ഫെലാൻ നാവികസേന സെക്രട്ടറിയായി ചുമതലയേറ്റത്. പകരം ചുമതലയേൽക്കുന്ന ഹങ്കാങ് കാവോ 25 വർഷത്തെ സേവന പരിചയമുള്ള നാവികസേന ഉദ്യോഗസ്ഥനാണ്. 2024 നടന്ന US സെനറ്റ് തിരഞ്ഞെടുപ്പിൽ വെർജീനിയയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ കാവോ മത്സരിച്ചിരുന്നു എങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സൈനിക പശ്ചാത്തലമുള്ള ഒരാൾ നാവികസേനയുടെ തലപ്പത്തേക്ക് വരുന്നത് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അതിനിർണായകമാണ്.